ദേശീയ പാർട്ടി സ്ഥാനത്തിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. ദേശീയ പാർട്ടിയായിട്ട് തന്നെ പാർട്ടി നിലനിൽക്കും. അതിന് വലിയ അപകടം സംഭവിക്കാനിടയില്ല. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം പരമാവധി സീറ്റുകളിൽ കോൺഗ്രസിനെതിരെയോ അല്ലെങ്കിൽ മതേതര പാർട്ടികൾക്കെതിരെയോ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതൊരു പക്ഷേ 64 ശേഷം ആദ്യമായിട്ടായിരിക്കും. അതത് സംസ്ഥാനങ്ങളിലെ സാഹചര്യത്തിനനുസരിച്ചുള്ള നിലപാടുകൾ അവിടെ എടുത്തിട്ടുണ്ടാവും. അത് സംസ്ഥാനങ്ങളിൽ ആവശ്യമായ ആലോചനകൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പൊതുവിൽ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അതാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ പലയിടത്തും ഇപ്പോൾ സൂറത്തിൽ നമ്മൾ കാണുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പിൻവലിച്ചു പോകുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ കുറിച്ച് CM തന്നെ പറയുന്നത് മതേതര മനസ്സാണോ ഉള്ളത് എന്നുള്ള സംശയമുണ്ട് എന്നാണ്. അല്ല, അത് അനുഭവത്തിൽ അതാണ്. ആ അനുഭവത്തിലുള്ള കാര്യങ്ങൾ അവരോട് അതാണല്ലോ ഉണ്ടാകുന്നത്. നിങ്ങൾ സ്വീകരിക്കുന്ന നില ഉണ്ടാക്കുന്ന സംശയമാണല്ലോ ചോദിക്കുന്നത്. കേരളത്തിൽ BJP ഒരിടത്തു പോലും 2ാം സ്ഥാനത്തെത്തില്ല എന്നാണ് പിണറായി വിജയന്റെ സ്റ്റേറ്റ്. ഇതെന്ത് ധൈര്യത്തിലാണ് പറയുന്നത്? അല്ല, അതാണ് ജനങ്ങളുടെ ധൈര്യം. ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ആ ജനങ്ങളുടെ പ്രതികരണം ഇപ്പോൾ ആ രീതിയിലാണ്. അതിൻ്റെ ഭാഗമായി എവിടെയും 2ാം സ്ഥാനത്ത് എത്താൻ പോകുന്നില്ല. അതാണ് വസ്തുത. നിങ്ങൾ കാണുന്ന പ്രചരണം, അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ കൊഴുപ്പ്, പിന്നെ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കുന്ന രീതികൾ, പിന്നെ ഇപ്പോഴത്തെ സർവേക്ക് വേണ്ടി അതും പുതിയ രീതിയിലായിട്ടുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നാട്ടിലുള്ള യാഥാർത്ഥ്യം എന്ന് കാണണ്ട. നാട്ടിലുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ ആ തരത്തിലല്ല ചിന്തിക്കുന്നത്. ജനങ്ങൾ BJP-യുടെ കൂടെയല്ല. അതാണ് അവസ്ഥ. ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഈ ജനങ്ങളെ ചിന്തിക്കുന്നതിൻ്റെ കണ്ണാടിയല്ലേ സാധാരണഗതിയിൽ? അങ്ങനെയാണ് ആവേണ്ടത്. പക്ഷെ അങ്ങനെയല്ലല്ലോ വരുന്നത്. അതിൻ്റെ നേരെ വിപരീതമായ ദിശയാണ്. അവരാദ്യം ഒരു നിലപാടെടുക്കുന്നു. ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് അത് സമർത്ഥിക്കാൻ നോക്കുന്നു. അതാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് കണ്ടതാണ്. നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നുണ്ടല്ലോ. ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മാധ്യമങ്ങൾ നെഗറ്റീവ് ആകുന്നത് LDF-നെ ബാധിക്കില്ല. മാധ്യമങ്ങൾ നെഗറ്റീവ് ആകേണ്ടത് LDF-നെതിരായിട്ടല്ലല്ലോ. മാധ്യമങ്ങൾ നെഗറ്റീവ് ആകേണ്ടത് രാജ്യ താല്പര്യത്തിനെതിരായിട്ടാണല്ലോ. രാജ്യ താല്പര്യങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള ബാധ്യതയല്ലേ മാധ്യമങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അതിനകത്ത് നിർഭാഗ്യകരമായ തോതിൽ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്നു. അതിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഇപ്പോൾ BJP-യിലേക്ക് തിരികെ പോയാൽ തിരുവനന്തപുരം, തൃശ്ശൂർ 2 ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും BJP അതിനെ കൂടുതൽ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ 2 മണ്ഡലങ്ങളിലെങ്കിലും BJP 2ാം സ്ഥാനത്തോ 1ാം സ്ഥാനത്തോ വരും എന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി. തിരുവനന്തപുരം ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ ജയിക്കാം എന്ന നിലയിൽ ഒ രാജഗോപാലിനോടൊപ്പം നിന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള 2 മണ്ഡലങ്ങൾ ഉള്ളപ്പോൾ എന്ത് ധൈര്യത്തിൽ ഇപ്പോൾ 2021 അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞു, പൂട്ടി. പക്ഷെ അത് ഒരു തവണ സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും BJP 2ാം സ്ഥാനത്ത് വരില്ല എന്ന് പറയുകയാണ്. ഇത് ഉറപ്പായ കാര്യമാണ്. ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് BJP വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുള്ളത് ശരിയാണ്. പക്ഷേ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷമുള്ള ഓരോ സംഭവങ്ങളും എടുത്താൽ അതിൽ വലിയ തോതിൽ നെഗറ്റീവായ വശമാണ് കൂടുതൽ ശക്തിപ്പെട്ടിട്ടുള്ളത്. സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ളതല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള സ്ഥാനാർത്ഥിത്വത്തിൽ ഞങ്ങൾ നിർത്തിയ സുനിൽകുമാർ, അദ്ദേഹം ഏറ്റവും സമ്മതനായ ഒരു സ്ഥാനാർത്ഥിയാണ്. അവിടെ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ. ആ ഘട്ടത്തിൽ തന്നെ വലിയ തോതിലുള്ള പിന്തുണ സുനിൽകുമാറിന് നേടാനായി. അവിടുന്ന് പിന്നെ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. അവിടുന്ന് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ സുനിൽകുമാർ നല്ല രീതിയിൽ അവിടെ ജയിച്ചു വരാനാണ് പോകുന്നത്. ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ അതാണ്. ഇന്നലത്തെ ഒരു ചർച്ചയെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ. പാവം പിന്നെ LDF-ൻ്റെ സ്ഥാനാർത്ഥി പന്നിയെന്ന് ഒരാൾ പറഞ്ഞു എന്നുള്ളത്. പാവം എന്ന് പറഞ്ഞൊരു കണക്ക് ശരിയാണ്. 2 സമ്പന്നന്മാർ നല്ല രീതിയിൽ മത്സരിക്കും, ഒരു പാവം അവിടെ മത്സരിക്കും എന്ന് പറയുന്നത് ആ പാവം പറയാം. പക്ഷേ പന്നിയൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ ആ സ്ഥാനാർത്ഥിത്വം ഒരു പുതിയ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകതയില്ല. അവിടെ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. രാജഗോപാലൻ സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ ഉള്ള അനുഭവമല്ല ഇപ്പോൾ അവിടെയുള്ളത്. അതിൽ നിന്നെല്ലാം വലിയ തോതിൽ BJP പുറകോട്ട് പോയിരിക്കുകയാണ്. നല്ല പണക്കൊഴുപ്പൊക്കെ ചിലവഴിക്കുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ടൊന്നും ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാനാവില്ല. നല്ല തോതിൽ LDF-ൻ്റെ സ്ഥാനാർത്ഥിത്വം ഓരോ ഘട്ടം കഴിയുന്തോറും, ഓരോ ദിവസം കഴിയുന്തോറും സ്വീകാര്യത വർദ്ധിച്ച് വരുന്നതായിട്ടാണ് ഞങ്ങളുടെ അനുഭവം അവിടെ. അതുകൊണ്ട് ഒരു സംശയമില്ലാതെ അവിടെ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ മികച്ച സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നിൽക്കുകയാണ്. അവസാനമായിട്ട് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, തമിഴ്നാട്ടിലാണ്, കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഈ കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂർ മേഖലയിൽ തന്നെ 5 തവണയോ മറ്റോ വന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ, പടിഞ്ഞാറേ ഇന്ത്യയിൽ BJP അതിൻ്റെ ശക്തി, അതിൻ്റെ പാരമ്യത്തിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെയുള്ളത് തെക്കേ ഇന്ത്യയിലും കിഴക്കേ ഇന്ത്യയിലുമാണ്. കിഴക്കേ ഇന്ത്യയിൽ ഇപ്പോൾ നിതീഷ് കുമാറിനെ അടർത്തിയെടുത്തു, കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിടുന്നു. തെക്കേ ഇന്ത്യയിലാണെന്നുള്ളതാണ്. തെക്കേ ഇന്ത്യയിൽ BJP ഒരു ബാലികേറാമലയായിട്ടാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. എങ്കിൽ പോലും അവരവരുടെ ശ്രമം നടത്തുകയാണ്. ഈ പറയുന്ന പോലെ പണക്കൊഴുപ്പും പ്രചാരണവും അവരുടെ ഏറ്റവും വലിയ പ്രചാരകനായിട്ടുള്ള നരേന്ദ്രമോദി തന്നെ ഈ സംസ്ഥാനത്ത്, ഈ ചെറിയ സംസ്ഥാനത്ത് കൂടുതൽ തവണ വരുന്നു എന്നൊക്കെ പറയും. ആ ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ്, ആർജവം, ഒരു ജയിക്കണം എന്നുള്ള, അത് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ ബ്ലോക്കിനുണ്ടോ? അല്ല, ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രസക്തമല്ല. ഇവിടെ കേരളത്തിൽ പ്രധാന മത്സരം LDFും UDFും തമ്മിലാണ്. അതിൽ BJP ഒരു പ്രസക്തമായിട്ട് വരുന്നില്ല. അതാണ് വസ്തുത. അപ്പോൾ LDFും UDFും തമ്മിലുള്ള മത്സരത്തിൽ UDF എന്തുകൊണ്ട് പരാജയപ്പെടണമെന്നുള്ള ഭാഗമാണ് ഞങ്ങൾ പ്രധാനമായി പറയുന്നത്. BJPയെ രാജ്യമാകെ തിരസ്കരിക്കുന്നു, കേരളം നേരത്തെ തിരസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് BJPക്ക് ഇവിടെ ഒരു സ്ഥാനവും കിട്ടാൻ പോകുന്നില്ല. അതേസമയം BJPയെ നല്ല രീതിയിൽ സഹായിച്ച ഒരു അവസ്ഥയാണ് UDFനുള്ളത്. BJPക്ക് നേരത്തെ മുതലേ ഇവിടെ ഒരു കേരള വിരുദ്ധ സമീപനമുണ്ട്. UDFും കേരള വിരുദ്ധ സമീപനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ ഈ കഴിഞ്ഞ 5 വർഷത്തെ അനുഭവം, ആ അനുഭവമുള്ള നാട്ടുകാർ, വോട്ടർമാർ കേരള വിരുദ്ധ സമീപനക്കാർ ഇവിടുന്ന് പോയിക്കൂടാ, ഇവിടുന്ന് പോകുന്നത് കേരള താല്പര്യമുള്ളവരായിരിക്കണം എന്ന വിലയിരുത്തലാണുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 20 മണ്ഡലങ്ങളിലും വലിയ തരംഗം LDFന് അനുകൂലമായി അലിയടിച്ചു വരുന്നത്.